നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുഖം മിനുക്കി പ്രതിച്ഛായ വീണ്ടെടുക്കാൻ പിണറായി സർക്കാർ ശ്രമിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. ഇതിന്റെ ഭാഗമായി കെ ശൈലജയെ വീണ്ടും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് സൂചന. മന്ത്രിസഭയിലെ CPM മന്ത്രിമാരിൽ ചുരുക്കം ചിലരുടേത് ഒഴിച്ച് ബാക്കിയുള്ളവരുടെ പ്രവർത്തനങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ലെന്ന് മാത്രമല്ല, തീരെ മോശമാണെന്ന അഭിപ്രായവും പാർട്ടി അണികളിൽ പോലുമുണ്ട്. ഇതിന്റെ പ്രതിഫലനമാണ് വോട്ടെടുപ്പിലുണ്ടായതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. മന്ത്രി രാധാകൃഷ്ണന് പകരം മന്ത്രിയെ കണ്ടെത്തേണ്ടതുണ്ട്. ആ സാഹചര്യം അനുകൂലമാക്കി ചില മന്ത്രിമാരെ ഒഴിവാക്കാനും മറ്റു ചിലരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും ഇടയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം മാറ്റമില്ലാതെ മുന്നോട്ടു പോയാൽ വരുന്ന തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ദയനീയമായ പ്രകടനമായിരിക്കും കാഴ്ചവെക്കാനാകുക എന്ന് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ പാർട്ടിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങളും തോൽവിക്ക് ചെറുതല്ലാത്ത കാരണമാണെന്ന് പാർട്ടിക്ക് നന്നായി അറിയാം. എന്നാൽ മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ CPMഉം LDFഉം മുതിരുമോ എന്ന് സംശയമാണ്. മറ്റന്നാൾ ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മന്ത്രിസഭയിലെ അഴിച്ചുപണി ഉൾപ്പെടെ കാര്യങ്ങളിൽ ചർച്ച ഉണ്ടായേക്കും. സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പാർട്ടി കാര്യമായി ശ്രമിച്ചില്ലെന്ന കുറ്റപ്പെടുത്തൽ ചിലയിടങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇക്കാര്യവും ചർച്ചയായേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലത്തിൽ പോലും LDFന്റെ വോട്ട് വിഹിതത്തിൽ ഉണ്ടായ കുറവും പാർട്ടിയെ അലോസരപ്പെടുത്തുന്നുണ്ട്. വടകരയിൽ പാർട്ടി വോട്ടിൽ കനത്ത ചോർച്ചയുണ്ടെന്നാണ് പാർട്ടിയുടെ നിഗമനം. പാർട്ടി കോട്ടകളിൽ പോലും ഷാഫിക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിന് ഉത്തരം കണ്ടെത്താൻ പാർട്ടി ഏറെ ബുദ്ധിമുട്ടും.